അലക്കാതെ കുളിക്കടാ. ശരി. എണ്ണപ്പനയുടെ ലോൺ കാര്യം എന്താ അച്ഛാ? വന്നയാളിന് ഇത്തിരി കൈമടക്ക് കൊടുത്താൽ ശരിയാകുമെന്നാ പരമശിവൻ പറഞ്ഞു. കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലോ. കൈ മടക്കുന്നതിന് മുമ്പ് ഹരികൃഷ്ണുമായിട്ടൊന്ന് ആലോചിക്കണം. ഞങ്ങളെ പോലെ അച്ഛനും എഴുത്തുമായനെ അറിഞ്ഞൂടാത്തോണ്ട് ആ പരമശിവൻ പറഞ്ഞു പറ്റിക്കും. കൊല്ല 20 ആയടാ, ആ പാവം എന്റെ കൂടെ നിൽക്കുന്നു. ഈ 20 കൊല്ലം കൊണ്ട് ആ പാവം വീട് 2 വെച്ചു. അതച്ഛൻ അറിഞ്ഞോ? അങ്ങേരങ്ങനെ ഉയർച്ചയുടെ പടികൾ കേറിക്കൊണ്ടിരിക്കുക. ഭാഗ്യമല്ല എന്ന് പറയാ. അച്ഛാ, ബ്ലോക്കിൽ കുറെ പുതിയ പയറുവിത്ത് വന്നിട്ടുണ്ട് കേട്ടു. നമുക്ക് കുറെ വാങ്ങി മേലെ പറഞ്ഞ് വീശിയാലോ? വീശിക്കോ. ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി. അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വരെ താഴോട്ടാ. അതിനിടെ ഉള്ളതും കൂടെ കള്ളന്മാരും കൊണ്ടുപോയാലോ? കക്കുന്നവനെ അള്ളു വെച്ച് പിടിക്ക്, എന്നിട്ട് കാല് തല്ലി ഓടിക്ക്. അപ്പൊ പരിഹാരം ഉണ്ടാവും. കാല് തല്ലി ഓടിക്കാൻ മച്ചമ്പേരാ മൈസൂരട്ടോ. അവന്മാർ തെങ്കിന്റെ തല വെട്ടും. വെട്ടട്ടാ. ഇന്ന് രാത്രി കാവൽ നിൽക്ക്, ഞാനും വരാം. മടവാളെടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെക്ക്. രക്ഷയില്ലാച്ച വെട്ടിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ട മച്ചമ്പി വേണ്ട, അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? അല്ല, 24 മണിക്കൂറും ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്വം പോവും. താനേ കാണ്ടാമൃഗം. അമ്മേ, എന്താ വെന്തോ? വേകുമ്പോഴേ മണിയടിക്ക. മോനങ്ങ് പോ. വല്ലാതെ വിശക്കുന്നുണ്ടല്ലേ? പകൽ നേരത്ത് ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ, കിട്ടുവോ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എങ്കിൽ പബ്ലിക്. ഞാൻ ചാടും. നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ടസാടാ. നീ ധൈര്യമായിട്ട് കയറ്. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ? ഏതായാലും അച്ഛന്റെ സമ്മതം കൂടി അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നതിൽ നല്ലതേ ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണമായിരുന്നു. നാശം. ഇത്ര വേഗം ചോറായോ? എന്നിട്ട് വയ്യ. എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത്. ഉണ്ടിട്ട് കളിക്കാം. നീ എന്തിനാടി മണി അടിച്ചത്? ഇത് മരണമണിയാ. എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ. ഒരുത്തി എനിക്ക് ഇതിനകത്ത് കിട്ടണം. അതിന് കഴിയോ? നിങ്ങളുടെ അവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നോ. കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുഹയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. എത്ര ആലോചന ഈ വീടിന്റെ പടി കടന്ന് വന്നതാ. ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ? ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ. ഞാൻ കെട്ടില്ല. കെട്ടാൻ വെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കോന്തന്റെ കൂടെ ഒളിച്ചോടി പോയത് പെങ്ങക്കറിയാലോ. അവള് പോയെങ്കിൽ പോട്ടെ, അമ്മ നീയും കെട്ടല്ലോ. എന്തിന് ഈ വയസ്സുകാരത് കണ്ണുകൂത്തി കളിക്കാനോ? നീ പോടാ. ആങ്ങളെ കല്യാണം കഴിച്ച് എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട. പോത്ത് പോലെ വളർന്ന 2 ഉണ്ടല്ലോ. 2 അല്ലേ പെങ്ങളെ, 3 പോത്ത്. ഹരിയെ ഞാൻ കൂട്ടിയിട്ടില്ല, അവൻ കുഞ്ഞ. നിനക്ക് തലയ്ക്ക് വട്ടാടി. ഇവർക്ക് കല്യാണപ്രായം ആയെന്നും വെച്ച് കണ്ട കാവാക്ഷിയെയും മീനാക്ഷിയെയും കെട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കത്തില്ല. യോഗ്യത വേണം, തറവാടിത്തം വേണം, കുലമഹിമ വേണം. ഇതൊന്നുമില്ലാതെ കേറി വരാൻ ഈ വീടെന്താ പെണ്ണുങ്ങടെ കുളിക്കടവോ? ഇതെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് പരമശിവൻ കൊണ്ടുവന്ന ഒരു ആലോചനയില്ലേ? അതൊന്ന് നോക്കിക്കൂടെ? മച്ചമ്പി അത് നേരാ. ഈ കല്യാണമെങ്കിലും നടക്കുമെന്ന് എഴുതി, അതും കലങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? പുറം ജോലിക്ക് ഒരു പണിക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഭാനുമതി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വളരെ വിശാലമായി വലവീശി പിടിച്ചതാ. പേര് കാർത്തികേയനി. 24 മണിക്കൂറും അധ്വാനിച്ചോളും. ചിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു 100 രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം. കാർത്തികേയനിയുടെ വീട് എവിടെയാ? വടക്കാടെന്നാണ് അവള് കാണിച്ചതിന്റെ അർത്ഥം. വിശ്വസിക്കാവോ? വിശ്വസിക്കാവുന്നത് കൊണ്ടല്ലേ കൊണ്ടുവന്നത്. നമ്മുടെ പഴയ തഹസിൽദാരുടെ വീട്ടിലായിരുന്നു കുറെ കാലം. എന്നാൽ ഈ മുളകൊക്കെ നന്നായിട്ട് അരച്ചേ, എന്നിട്ട് അകമൊക്കെ നന്നായിട്ട് അടിച്ചു വാരി തുടയ്ക്കണം. തൽക്കാലം അടുക്കള കയറണ്ട. ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം, അപ്പൊ കേറിയാ മതി. എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ. നേരം വണ്ണം നിന്നാൽ നിനക്ക് നല്ലത്. എനിക്ക് അത്ര പറയാമോ? അരക്കണോ അല്ലേ? ഇപ്പൊ അരക്കാം. എവിടെ കൊണ്ടുപോകുന്നത്? എന്റെ പൗഡർ ഇട്ടേരാട്ടാ. ചെയ്യല്ലേ?
തഹസിൽദാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെപ്പോഴാ അവിടെ നിന്ന് വിട്ടത്? അതും വിട്ടതല്ല അത്രേ, സുഖമെന്നും പറഞ്ഞ് അവളെ ഇറങ്ങി പോകുന്നതാ. അവളെ അമ്മിക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ 16 ലിറ്റർ കുടിക്കായിരുന്നു. അതെ. എന്നിട്ട് അമ്മിക്കുട്ടി കിട്ടിയോ? അത് ഞാൻ മുങ്ങി എടുത്തടാ, ഭാഗ്യത്തിന് അത് പൊട്ടിയില്ല. വിതച്ചാലും കൊയ്താലും പോരാ, തിന്നാനും യോഗം വേണം. നീ ഉറങ്ങിയോടി? അയ്യോ, എല്ലാ ജോലിയും ഒറ്റയ്ക്ക് ചെയ്ത് നിനക്ക് പെട്ടെന്ന് വയസ്സായല്ലോടി. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ആവശ്യത്തിലധികം സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ. ഒരു 2 തലമുറയ്ക്ക് തിന്നാനുള്ള നെല്ല് ഏത് നേരത്ത് നോക്കിയാലും നമ്മുടെ പത്തായത്തിലുണ്ട് താനും. ഇനിയെങ്കിലും മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിട്ട് ജീവിക്കാൻ അനുവദിച്ചുകൂടെ? എന്ന് വെച്ചാൽ അവരോരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഓരോ പെണ്ണിനെയും കെട്ടിക്കൊണ്ടു വന്ന് കാരണവന്മാരും ഞാനും കൂടെ ഉണ്ടാക്കി വെച്ച സൽപ്പേര് ഇല്ലാതാക്കണം. അതല്ലേ നിനക്ക് വേണ്ടത്? ഓ, സൽപ്പേര്. ആ സൽപ്പേരാ എന്റെ 2 കാലിലും നീരായിട്ട് കിടക്കുന്നത്. കണ്ടോ? നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നിൽ എനിക്കൊരു കൈസഹായത്തിന് ഒരാളെത്താ, അല്ലെങ്കിൽ ഒരു ഇത്തിരി സ്നേഹിക്കാൻ ഒരു മരുമോളെത്താ. ഇത് രണ്ടിനും കഴിയില്ലെങ്കിൽ നിങ്ങളെ ഒരു തന്തയായിട്ടും മക്കളെന്ന് പറയുന്ന ആ കോന്തന്മാരെ മക്കളായിട്ടും കണ്ടിട്ട് എനിക്ക് എന്താ കാര്യം? എന്നെ ധിക്കരിക്കുന്നത് നിനക്കൊരു ശീലമാ. അത് ഞാൻ കാര്യമാക്കാറില്ല. എന്നാ നിന്റെ വാക്കും കേട്ടോണ്ട് മക്കളാരെങ്കിലും കിടന്ന് തുള്ളിയാലേ മക്കളാന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഇതൊരു തരം മാടമ്പിത്തര. ഇതൊഴിവാക്കുന്നത് ആ വയസ്സുകാലത്ത് ബുദ്ധി. പണ്ടത്തെ കാലത്തെ കൊല്ലത്തിലൊരിക്കൽ ആൾക്കാർക്ക് വയസ്സ് കൂടുന്നത്. ഇപ്പൊ ഒരൊറ്റ ആഴ്ച കൊണ്ടാ ഓരോരുത്തർ കിളവന്മാരാകുന്നത്. കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട്. അത് കാണുമ്പോഴാ കൂടുതൽ പേടി. എന്തിനാ പേടിക്കുന്നത്? വെടിമരുന്ന് മഴയത്ത് കിടന്നാലും പൊട്ടിത്തെറിക്കും. വേണ്ടായിരുന്നു. എന്നാ അമ്മ ഒരു വാക്ക് പറ, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. ഊണും കഴിഞ്ഞ് അവരെ അങ്ങ് പറഞ്ഞയച്ചാലോ? അല്ല, പൊള്ളാച്ചിയിൽ എനിക്ക് സഹായത്തിനുണ്ടായിരുന്ന ഒരു കുടുംബ കഷ്ടപ്പാട് ഓർത്തിട്ടാ കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ട അമ്മ അവൾക്ക് വലിയ കാര്യ. ആ പിന്നെ അമ്മയുടെ കാലിന്റെ വേദനയ്ക്ക് ചില പച്ചമരുന്നുകളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഞാനതൊക്കെ മറന്നു. അവളുടെ സ്വഭാവം എങ്ങനെ? അത് കണ്ടിട്ടല്ലേ അമ്മ ഞാനിങ്ങോട്ട് കൂട്ടിയത്. വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്താം. അതെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോ പറഞ്ഞു വിടാം. ആ സമയത്ത് നീ എന്നെ കുറ്റപ്പെടുത്തരുത്. നായരെ, ഒരുപാട് വേദനിച്ചു എന്നറിയാം. എന്നോടൊന്നും തോന്നരുത്. ഏയ്, ഒരു വിഷമമില്ല കുട്ടി. ഒരു കോമാളി വേഷം ജീവിതത്തിൽ ആർക്കും ഒരിക്കലാവാം. ഞാനും ഒന്ന് കെട്ടി, അത്രേ ഉള്ളൂ. പക്ഷേ വലിയൊരു തീക്കൊണ്ടതില് നീ ഒരു പാവം പെണ്ണിനെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഞാൻ എന്താ അനുഭവിച്ചു, അവളല്ലേ അനുഭവിക്കാൻ പോണത്. എനിക്കറിയാം, എല്ലാം ഒന്ന് ശരിയാകുന്നത് വരെ. സാരില്ല, മരുമോൻ ധൈര്യത്തോടെ പോ. പെരിയ കൗണ്ടറുടെ മകളാണെങ്കിലും ജാതകത്തിൽ വേലക്കാരി യോഗം അവൾക്ക് ഇത്തിരി ഉണ്ടാവും. അത് ഇതോടെ തീരും. പക്ഷേ നിന്റെ മരുമക യോഗം എന്താവുന്ന എന്റെ പേടി. നിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ, അച്ഛൻ തനിക്കുണ്ടേ. ഏത്തന്മാരെനിക്ക് വിശ്വാസം പോരാ. വിവരം അങ്ങാനും കൗണ്ടർ അറിഞ്ഞ എന്റെ തലയും ഉടലും വെവ്വേറെ പാർസൽ ചെയ്ത് സ്വർഗത്തിലേക്ക് അയക്കും. എന്റെ വേഷം ഇതായിരുന്നു എന്നറിഞ്ഞ അയാൾ എന്നെ പിടിച്ചൊരു കൗണ്ടറും ആക്കും. നീ അവളെ കെട്ടിയെന്ന് ഇത്തിരി ധൈര്യ കഷായം കുടിച്ചോണ്ട് പറഞ്ഞ എന്താ സംഭവിക്കുക? എന്നെ അവർ ജീവനോടെ കുഴിച്ചു മൂടും. അതിത്തിരി കഷ്ടാവും, ശ്വാസം മുട്ടും. അതേതായാലും വേണ്ട. നല്ല പവിഴം പോലത്തെ ഒരു പെണ്ണ്, അതിപ്പോ കരയാണോ ചിരിക്കാണോ എനിക്ക് മനസ്സിലാവാ. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ, അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യ സ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിതാ പെണ്ണെ, നീ തന്നെ അങ്ങ് അടിച്ചു വാര. അടിച്ചു വാരടാ.
നീ അങ്ങ് മെലിഞ്ഞു പോയല്ലോടി. എങ്ക കുഞ്ചുലക്ഷ്മി? എന്റെ അമ്മേ, കുഞ്ഞുലക്ഷ്മി കറക്കാൻ വന്നത് ഇത് കുത്തും. ഇതിനെ പതിവായിട്ട് കറക്കുന്നതേ ഞാനാ. ആ വെള്ളം ഇങ്ങ് എറിയ. ഇനി ആ വെള്ളം ഇങ്ങ് എറിയ. ഈ കുഞ്ഞുലക്ഷ്മി ഇത്തിരി കുഴപ്പക്കാരിയാ. ഭാഷ മാറി കറന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ആ അവിടെ നിൽക്കേ. ഞാൻ ഇവിടുത്തെ കാര്യത്ത്, നിങ്ങൾ ഇവിടുത്തെ കാര്യത്ത്. നമ്മൾ ഒരുമിച്ചൊരു പശുവിനെ കറന്നെന്ന് വിചാരിച്ച് ആരും ഒന്നും പറയാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാ കറന്നൂടെ? പണിയൊക്കെ തീർന്നെങ്കിലേ നീ പോയി കുളിച്ചോ പെണ്ണേ, അപ്പുറത്ത് കുളമുണ്ട്. നല്ല നിലാവുണ്ട്, പേടിക്കാതെ കുളത്തിലേക്ക് ചെന്നോളൂ. സ്ത്രീകൾ കുളിക്കുന്ന കുള, അധികം ആഴമില്ല. നീന്താൻ അറിയോ? നീന്താൻ വലിയേട്ടാ, ഈ നേരത്തെ എങ്ങോട്ടാ? ഒന്ന് കുളിക്കാൻ, വല്ലാത്ത വിയർപ്പ്. ചെല്ല്, നല്ല നിലാവുണ്ട്. ഇപ്പൊ നീന്താൻ നല്ല സുഖ. നിലാവ് നീന്തല് തമ്മിൽ എന്താണ് കഴുതേ ബന്ധം? അല്ല, എവിടെയെങ്കിലും ഇത്തിരി നിലാവ് കാണുമ്പോഴാണല്ലോ എല്ലാവർക്കും നീന്താൻ തോന്നുന്നത്. പവിഴം പവിഴം പേടി തോന്നുന്നുണ്ടോ? പവിഴം പേടിയില്ലല്ലോ ചേട്ടാ. അമ്മാവനോ? അല്ല, അമ്മാവി. വീണ് കിട്ടിയ ഇത്തിരി സമയല്ലേ, അവരവിടെ നന്നായിട്ട് കുളിക്കട്ടെ. നമുക്കിവിടെ ഇത്തിരി നേരം ജീവിക്കാം. നീ ശരിക്കും ഇവിടുത്തെ വേലക്കാരിയായി മാറി അല്ലടി? இல்லைங்க, எனக்கு எந்த கஷ்டமும் இல்லை. உங்க அம்மா ரொம்ப நல்லவங்க. என்னால் இந்த குடும்பத்துக்கு எந்த பிரச்சனையும் வராது. கொஞ்ச நாளைக்கு இப்படின்னு தானே சொன்னீங்க, அதுக்கப்புறம் எல்லாம் சரியாயிரும்ல? ശരിയാവും, ശരിയാക്കണം. விடுங்க, சாந்தி முகூர்த்தத்துக்கு முன்னால இதெல்லாம் வேண்டாங்க. അതവിടെ, ഇവിടെ എല്ലാം സ്നേഹമാ. സ്നേഹിക്കാൻ ഒരു മുഹൂർത്തം വേണം. താലി. ഞാൻ കുളിക്കാൻ വരുമ്പോ തന്നെ നിനക്കും കുളിക്കണം അല്ലേ? ഒരുമിച്ച് കുളിക്കുമ്പോഴല്ലേ അമ്മാവാ ഒരു രസം. കുളിക്കാൻ പറ്റിയില്ല അല്ലേ? ഇനി നീ കുളിമുറി കുളിച്ചാ മതി. വാ. മാണിക്യ വീണ വിലാളയന്തി മദാലസ മഞ്ജുള വാക്വിലാസ മഹേന്ദ്ര. മച്ചമ്പിയും പിള്ളേരും ഉറങ്ങിയോടി? ആ, മൂത്ത മോനും മച്ചമ്പി ഇപ്പോഴും കുളത്തിലുണ്ട്. എന്താ, നിങ്ങൾക്കൂടെ പോണോന്നുണ്ടോ? അവളുടെ പേരെന്താന്നാ പറഞ്ഞേ? ആരുടെ? ആ തമിഴത്തി പെണ്ണിന്റെ. പവിഴം. നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ പേര് ഇതുവരെ ആയിട്ടും കേട്ടിട്ടില്ലേ? അല്ല, എന്നാലും പറ, നിന്റെ പേരെന്തുവാടി? ബാനു. ഭാനുമതി. അങ്ങനെ നോക്കുമ്പം പവിഴോ എന്ന് പറയുന്നത് അല്പം വില പിടിച്ച പേരല്ലേ? അതെ, ആ കുട്ടിയുടെ ഇച്ചിരി വില പിടിച്ച പേരാ. എന്റെ പേരിന് ഇത്തിരി വില കുറവാ. നാളെ തന്നെ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? വയസ്സുകാലത്ത് ഓരോരോ ഇളക്കങ്ങള്. ഇവിടെ എന്താ ഒരു മരാമത്ത് പണി?
ഇങ്ങനെ ഞാൻ തറയ്ക്കാം. പവിഴം ഇനി അയ്യോ അവൾക്കൊരു ആണിയടിക്കാൻ നീ എന്തിനാ ജയകൃഷ്ണ കഷ്ടപ്പെടുന്നത്? ആരെയും കാണാഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിച്ചോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ലേ പവിഴം? അമ്മാൻ പോയി കിടന്ന് ഉറങ്ങ്. മാണികത നീ പോടാ. കുട്ടിക്ക് ഇപ്പോ എന്താ ഇവിടെ തൂക്കേണ്ടത്? വേണേ ഞാനൊരു പടം തരാം. ഇതാരാ മുത്തച്ഛനാ? ഞാൻ കടവുൾ. കടവുൾ എപ്പോഴാ ഈ വേഷത്തിൽ ഇറങ്ങിയത്? കുട്ടിക്ക് ഇനിയും വല്ല ആണി അടിക്കണമെങ്കിൽ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. പെങ്ങളെന്താ ഇവിടെ? ആങ്ങളെന്താ ഇവിടെ? ഞാൻ ആണിയുടെ അകത്തുനിന്ന് തുറക്കാവുന്ന വാതിലുകളായല്ല. ആ സമയത്ത് ആണുങ്ങളെ ഇതിനകത്ത് കണ്ടാൽ അത് നീ തുറന്നു കൊടുത്തിട്ടാണെന്നേ ഞാൻ പറയൂ. 5-6 ആണുങ്ങളുള്ള വീടാ. പേരുദോഷം കേൾപ്പിക്കരുത്. ഭാഷ തമിഴായാലും ശരി, തെലുങ്കായാലും ശരി, കാര്യം മനസ്സിലാക്കാൻ ഒരു പെണ്ണിന് ഭാഷയൊന്നും ആവശ്യമില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കിക്കണം. എന്താടാ? അമ്മ പറഞ്ഞ മുഴുവൻ ഞാൻ കേട്ടു. അതുകൊണ്ട് പറയാ, ഞാൻ പറയുന്നിട്ട് ബഹളം വെക്കരുത്. പൊള്ളാച്ചിയിൽ അവരുടെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും നമ്മുടെ അന്തസ്സോർത്തോണ്ടും പറയുക, അവളോട് ആ തളത്തി കിടക്കാൻ പറഞ്ഞ ശരിയായില്ല. അവിടെ എന്ത് സുരക്ഷിത്വം അമ്മയുള്ളത്? പുറത്തുനിന്നൊരുത്തൻ ജെല്ലി കൂടെ കൈയിട്ട അവളൊന്ന് നിലവിളിച്ച നമ്മൾ ആരെയും കേൾക്കോ? അവളകത്ത് കിടത്ത്. ഇനി നീ ഇതിനകത്ത് കിടന്നു. ആ, കുട്ടിയുടെ മുത്തച്ഛന്റെ പടമേ ഇതിനകത്ത് തൂക്കിക്കോളൂ. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയാ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്ത് ഒരു കാരണവുമില്ലാതെ തൂങ്ങിച്ചെത്തിട്ടുണ്ട്. അങ്ങനെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവില്ല. പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ. കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്ന് കിടക്കാം. ഓ, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ജനലും ഒക്കെ അടച്ച് കിടന്നുറങ്ങ്. നീ അവക്കൊരു താമസം ശരിയാക്കി കൊടുത്തു അല്ലേ? നന്നായി. നിന്റെ എന്റെയൊക്കെ മനസ്സ് ശുദ്ധ. അതുകൊണ്ടാ നമുക്കൊക്കെ ഇങ്ങനെ തോന്നുന്നത്. നന്നായടാ. ഞാൻ മനസ്സിൽ കണ്ടത് തന്നെയാ നീ ചെയ്തത്. ഇപ്പോ അകത്തൊരു കുളിരുണ്ട്. ഇനി ഭക്ഷണവും കൂടി അവിടെ കൈകൊണ്ടാകുമ്പോ ഉറക്കം കൂടി ശരിയാകും. പവിഴം അടുക്കളയിൽ കയറേണ്ടെന്നാ പെങ്ങള് പറഞ്ഞത്. ഭക്ഷണം നമുക്കിപ്പോഴും ഒരു പ്രശ്നമാണ്. അതെ. ഉറങ്ങണില്ലേ? ഉണ്ട്.
സംസാരിച്ചേക്കാൻ നേരമില്ല. പെട്ടെന്ന് പോണം. ആരൊക്കെയാണ് പിന്നിലുള്ളതെന്ന് പോലും എനിക്കറിയില്ല. പിടിച്ചു പോയാൽ ആ കുഴപ്പമാവും. സൗഖ്യമാ? എന്തു വന്നാലും ഉറങ്ങുന്നതിന് മുമ്പ് നിന്നെ വന്നൊന്ന് കാണണം എന്നുള്ള വാശിയിലായിരുന്നു. അത് സാധിച്ചില്ല.